ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. അപ്പോൾ അവരൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കുന്തൻ സ്റ്റോണിൻ്റെ കമ്മൽ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്കിലും അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനൊരു പുതിയ മോഡൽ കാണിക്കുന്നുണ്ട്. ഇതാണ് കമ്മൽ. നല്ല പോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്മൽ ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കളറിലുള്ള കുന്തൻ സ്റ്റോണാണ്. അത് രണ്ടും ഒരേ ഷേപ്പിൽ തന്നെയാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സൈഡ് റിങ് ഗോൾഡൻ കളറാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. പിന്നെ ഇയർ ഹൂക്ക് വേണം, നമ്മൾ ഹാങ് ചെയ്തിടുന്ന മോഡലാണല്ലോ. പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഐപ്പിന്നാണ്. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാവും, ഐപ്പിന്ന്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗുങ്കുരൂസാണ്. ഇത് നമ്മൾ പാദസരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഗുങ്കുരൂസാണ്. ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കമ്മലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഇതുപോലെ ഈ ഒരു ഐപ്പിന്നിലേക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഐപ്പിന്നിൻ്റെ ആ ഒരു ലെങ്ത്ത് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതേ നമ്മളൊന്ന് നോക്കുക എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് കുന്തൻ സ്റ്റോൺ വെച്ച് നോക്കി കട്ട് ചെയ്യരുത്, കാരണം നമുക്ക് അവിടെ ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്യണം വളച്ചിട്ട്. അപ്പോൾ അതിനുള്ള ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇനി നമുക്കിതിനൊന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അതുപോലെ റൈറ്റിലേക്ക് ഒന്ന് വളയ്ക്കുക. അതിനുശേഷം ഓപ്പോസിറ്റായിട്ട് നമ്മളിതുപോലെ ഒന്ന് 2-3 വട്ടം ജസ്റ്റ് ഒന്ന് വളച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അവിടെ ഒരു ഹുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കതിനൊന്ന് നേരെയാക്കി കൊടുക്കണം. നമ്മുടെ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൊളുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ച് വളച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും. പിന്നെ കമ്പി വളയാതെ ശ്രദ്ധിക്കുക, നമ്മൾ മുറുക്കി പിടിച്ചതിന് ശേഷം വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 കമ്മലിലേക്കും 4 എണ്ണം വേണം. ഒരു കമ്മലിലേക്ക് 2 പീസ് വെച്ചിട്ട് 4 പീസ് വേണം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതും കൂടി കാണിക്കുന്നുണ്ട്, അതൊന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് വരില്ല. ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവും തോറും പെർഫെക്ഷൻ കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കമ്മലിന് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ഗുങ്കുരൂസ് ഒന്ന് കോർത്ത് കൊടുക്കണം. സൈഡ് റിങ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഓരോ ഗുങ്കുരൂസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 4 എണ്ണം ഇട്ടാൽ മതി. കുറച്ച് വലിയ ടൈപ്പാണ് ഈ ഗുങ്കുരൂസ്. അപ്പോൾ അത് കാരണം 4 എണ്ണം മതി. 5 എണ്ണം ഇടുമ്പോൾ നമുക്കത് ലോക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു 4 ഗുങ്കുരൂസ് ഇട്ടിട്ട് നമുക്കതിന് ലോക്ക് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതും ഒരു 2 സെറ്റ് ഇതുപോലെ ഒരു കമ്മലിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡ് റിങ്ങിലേക്കും ഇതുപോലെ ഗുങ്കുരൂസ് ഇട്ട് നമുക്കൊന്ന് ആദ്യം തന്നെ സെറ്റാക്കി വെക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഐപ്പിന്നിലേക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടും. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്ന ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കണമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഐപ്പിന്ന് ഒട്ടിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഐപ്പിന്നിൽ കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ അതിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ആ ഗുങ്കുരൂസിൻ്റെ 4 സെറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് 2 കമ്മലിലേക്കായിട്ട്. ഇനി നമുക്ക് ഐപ്പിന്നിലേക്ക് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഐപ്പിന്നിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കമ്മലിൽ തന്നെ 2 കളറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. മുകളിൽ ഒരു കളർ, താഴെ ഒരു കളർ, അങ്ങനെയാണ് റെഡും ഗ്രീനും കൊടുക്കുന്നത്. നമുക്കിത് സെയിം കളർ തന്നെ കമ്മലിലേക്ക് കൊടുക്കാം കേട്ടോ. രണ്ടും ഒരേ കളർ തന്നെ കൊടുക്കാം കുന്തൻ സ്റ്റോൺ. ഞാൻ 2 കളർ കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാം. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 എണ്ണം സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് 4ഉം സെറ്റാക്കി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം ഹാങ്ങിങ്സ് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക എല്ലാവരും. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മോഡലുകൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ. അപ്പോൾ വരുന്ന വീഡിയോസുകളിലൊക്കെ ആയിട്ട് ഞാനത് ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ അതേ നമ്മൾ 2 എണ്ണം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു റെഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പശ കൈമ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോരാൻ ഭയങ്കര പാടാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. B7000 ആയത് കാരണം ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള സമയം മാറ്റി വെക്കണം. ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളത് അകത്തണ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ സ്റ്റോൺ അതുമ്പോൾ നടന്നു പോകും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന കുന്തൻ സ്റ്റോണിൻ്റെ കമ്മലിൻ്റെ 2-3 ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ അതിലൊന്ന് കയറി നോക്കിക്കോളൂ. സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗുങ്കുരൂസ് ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ റെഡിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. റെഡിൻ്റെ താഴെ ഗുങ്കുരൂസ് ഇട്ട് കൊടുത്തിട്ട് അത് താഴേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് മുകളിൽ കൊടുക്കാം. പക്ഷേ ഏറ്റവും അടിയിൽ നമ്മൾ ഗുങ്കുരൂസ് ഹാങ് ചെയ്ത് കിടക്കണം. ഇതുപോലെ ഗുങ്കുരൂസ് ആയിരിക്കണം ഏറ്റവും താഴത്തെ ഭാഗത്ത് വരേണ്ടത്. മുകളിലെ ഭാഗത്ത് നമ്മൾ ഇയർ ഹൂക്ക് വരുന്നിടത്ത് നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച ഐപ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സെൻറ്ററിലാണ് നമ്മൾ ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ കമ്മൽ യൂസ് ചെയ്യാം. ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം. സിമ്പിളായിട്ടൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇയർ ഹൂക്കിൻ്റെ എടുത്ത് നമ്മൾ ആ ഒരു ഐപ്പിനിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഒരു സ്റ്റെപ്പിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ഇനി നമ്മുടെ ഗ്രീനിന് അടിയിലെ ഭാഗത്ത് സൈഡ് റിങ്ങും അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റെഡിലേക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഗ്രീൻ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കാം. സെൻറ്ററിലേക്ക് നമ്മളതൊന്ന് ഇട്ടിട്ട് ഇനി നമ്മളിതിനെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡിലേക്ക് ഈ ഒരു താഴത്തെ പോർഷനിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ മുകളിലത്തെ അതൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയതാണ്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതൊന്ന് ഇട്ട് കൊടുത്തു. ആ ഗുങ്കുരൂസ് ഒരു സൈഡിലേക്ക് പോകും. ഞാൻ പിന്നെ അത് അഴിച്ചിട്ട് വീണ്ടും റെഡിയാക്കി എടുക്കുക ചെയ്താൽ റെഡിയാക്കിയ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ രണ്ടാമത് റെഡിയാക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് ഓണാക്കാൻ വിട്ടുപോയി. കണ്ടത് അതങ്ങനെ സെൻറ്ററിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും രണ്ട് ഗുങ്കുരൂസ് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ കണക്ട് ചെയ്യുന്നത് ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ കമ്മൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അതെങ്ങനെയാണ് കറക്റ്റ് വരണേന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെയും കൂടി ഒന്ന് കാണാം. ഞാൻ ഫസ്റ്റത്തേൽ തെറ്റിപ്പോയിട്ട് ഞാൻ പിന്നെ എടുത്തപ്പോൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി, അതാണ് കേട്ടോ. അപ്പോൾ അത് ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് നമ്മൾ ഇയർ ഹൂക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സെൻറ്ററിൽ ഗുങ്കുരൂസ് ഇടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും നമ്മൾ 4 ഗുങ്കുരൂസാണല്ലോ കണക്ട് ചെയ്ത് കോർത്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് സൈഡിലേക്കും രണ്ടെണ്ണം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ മുകളിലത്തെ സ്റ്റോൺ ഒട്ടിച്ചിരിക്കുന്ന ഐപ്പിന്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ സെയിം അതേ രീതിയിൽ തന്നെ റെഡ് ഇട്ടിരിക്കുന്നതിലേക്ക് നമ്മൾ സൈഡ് റിങ് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സെൻറ്ററിൽ ചെയ്യുന്നതിലാണ് ഇത്തിരി വ്യത്യാസമുള്ളത്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ചെയ്യുന്നത് കാണിക്കേണ്ട, ആദ്യത്തേൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാണിക്കേണ്ട. അപ്പോൾ വീഡിയോയുടെ കുറച്ചും കൂടി ലെങ്ത്ത് കുറയുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാനായാലും ലെങ്ത്ത് കൂടി വീഡിയോസ് കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയ കാരണമാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് റിങ്ങിൽ ഇട്ടിരിക്കുന്ന ഗുങ്കുരൂസിനെ രണ്ടും രണ്ട് സൈഡിലേക്ക് ആക്കുക. 2 ഗുങ്കുരൂസ് രണ്ട് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിലേ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് അകത്തി കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ലോക്ക് ചെയ്യുക. നമ്മൾ മുകളിലത്തെ സ്റ്റോൺ ഇടുന്ന സമയത്താണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. അത് രണ്ടും രണ്ട് സൈഡിലേക്കായിട്ട് പിടിച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒരു 2 ഗുങ്കുരൂസ് പിടിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. കാരണം 4 കൂടി നമുക്ക് പിടിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ വച്ചിട്ട് ജസ്റ്റ് എടുത്ത് കോർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ രണ്ട് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം 2 ഗുങ്കുരൂസിന് നമുക്ക് ഒരു കയ്യിലിങ്ങനെ ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഗുങ്കുരൂസ് ഇട്ടത് സൈഡിലേക്ക് ചെരിഞ്ഞു പോവും. അപ്പോൾ അതേ ഇതുപോലെ നമ്മളിത് 2 എണ്ണം ഒരു സൈഡിലേക്ക് ആക്കി പിടിക്കുക, 2 എണ്ണം ഒരു സൈഡിലേക്ക്, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. എങ്കിലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മളിത് കണക്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതേ രണ്ടാമത്തെ കമ്മലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇയർ ഹൂക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 കമ്മലും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ അതിനൊരു ഭംഗി വരുന്നത്. അപ്പോൾ ഇതുപോലെ 2 കളറിൽ ഷെയ്ഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. സെയിം കളർ കൊടുക്കുന്നതിലും കുറച്ചും കൂടി ഭംഗി ഇതുപോലെ 2 കളറൊക്കെ കൊടുക്കുമ്പോഴായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കമൻറ്റിൽ പറയാം. സെയിം കുന്തൻ സ്റ്റോൺ, സെയിം കളർ തന്നെ കുന്തൻ സ്റ്റോൺ ആണോ ഭംഗി ഉണ്ടാവുക, 2 കളറിൽ ചെയ്യുമ്പോഴാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ അതേ നമ്മളിനി രണ്ടാമത്തെ കമ്മലിലേക്കും ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് തന്നെ നമുക്ക് സ്റ്റെഡിലേക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റെഡാക്കിയിട്ട് ചെയ്യാം ഇയർ ഹൂക്കിന് പകരം. അപ്പോൾ നമുക്കതിൽ സ്റ്റെഡ് കോർത്തിടാം. ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്ത് സ്റ്റെഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ കമ്മൽ. അത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റോൺ അതിലേക്ക് നമ്മുടെ സ്റ്റെഡിൻ്റെ ബേസിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാതെ പോരുതാരും, അതുപോലെ കമൻറ്റും ചെയ്യാം. അപ്പം നമുക്ക് പുതിയൊരായിട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.